അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, നമ്മുടെ എസ് എ ഷമീറിൻ്റെ ഫോണിലേക്ക് വന്ന ആ ഒരു കോൾ, അതെ, അത് നമ്മുടെ ആസിഫായിരുന്നു. ആസിഫ് പറയുന്നു, ഷമീർ, അത് സീനത്ത് സമ്മതിച്ചിരിക്കുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട്. എന്നാൽ അത് കേട്ട് ഷമീർ ഒന്ന് ഞെട്ടി, എങ്കിലും പരിസരബോധം വീണ്ടെടുത്തു. കാരണം മറ്റൊന്നുമല്ല, അതെ, ഒരു നിമിഷത്തിൽ അവൾ ആളാകെ മാറിപ്പോയി. കാരണം അവൾ അവളുടെ ചിന്താഗതിയിൽ നിന്ന് അല്പം മാറിപ്പോയി. ഇപ്പോഴിത് വീണ്ടും വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഒരു നിമിഷം ഷമീർ ആലോചിച്ചു, ഒരു പക്ഷേ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നാൽ ഇനിയും ഇതിൽ മാറ്റമുണ്ടാകുമോ? അതെനിക്കറിയണം. അതറിഞ്ഞിട്ട് മാത്രം മതി എല്ലാം. എന്നാൽ ഈ നിമിഷം ഉമ്മ കാത്തിരിക്കുകയായിരുന്നു ഷമീറിൻ്റെ വാക്കുകൾക്കായി. മോനൊന്നും പറഞ്ഞില്ലല്ലോ, വേഗം പെട്ടെന്ന് എല്ലാം റെഡിയാകണം മോനെ, ഇനിയിപ്പം മറുത്തൊന്നും ചിന്തിക്കേണ്ട. എന്താ അവർ പറഞ്ഞത്? പിന്നെ ഉമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോനെ? അതായത് ചില സമയങ്ങളിൽ സീനത്ത് വാക്ക് മാറുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഉമ്മ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ബുദ്ധിയാണോ? ശരിക്കും ഷമീറിൻ്റെ ഉമ്മ പറഞ്ഞു, പൊന്നു മോനെ, വാക്ക് മാറലും വാക്ക് തെറ്റിക്കലൊക്കെ ജീവിതത്തിലൊരു പ്രാവശ്യം അവൾക്ക് വന്നു പോയതല്ലേ, ഇനിയും അവൾ തെറ്റിലേക്ക് പോകുമോ? ഉമ്മ, അതല്ല നമ്മൾ കരുതുന്നത് നല്ലതാണ് മോനെ. സാരമില്ല, പഴയതെല്ലാം മറന്നേക്ക്. പുതിയൊരു ജീവിതത്തിലേക്ക് വരികയല്ലേ, അവൾ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഉമ്മ, അത് ശരിക്കും ഷമീറിനെ ആകപ്പാട് ടെൻഷനായി എന്ന് തന്നെ പറയാം. ഉമ്മ, ഞാനിപ്പോൾ വരാം. അപ്പോൾ തന്നെ ഷമീർ നേരെ അതാ വിളിക്കുന്നു ആസിഫ് സാറിന്. ഹലോ സർ. ആ മോനെ, നീ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറ. സാറേ, അത് എന്താടാ? അവർ ഓക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മുടെ ഷെഫി ഉസ്താദും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ നിന്ന് പിന്മാറണോ? എന്ത് നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരാം സ്റ്റേഷനിലേക്ക്. അങ്ങനെ അതാ അന്ന് നമ്മുടെ ഷമീർ എസ് ഐ അതാ സ്റ്റേഷനിലെത്തിയ സമയം അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആസിഫ് അങ്ങോട്ട് വരുന്നു. പഴയ എസ് ഐയെ കണ്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സല്യൂട്ട് അടിച്ച് സ്വീകരിച്ചു. ആ സർ, എത്ര നാളെ കണ്ടിട്ട്, ഇപ്പോൾ ഡ്യൂട്ടിയിൽ? എന്താ മോനെ, ഡ്യൂട്ടിയിൽ നിന്ന് വരെ നമ്മളെ സസ്പെൻഡ് ചെയ്തില്ലേ? പക്ഷേ പിന്നെ എനിക്ക് തിരിച്ച് കയറാനുള്ള അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് താല്പര്യമില്ല ഈ ഒരു ഫീൽഡ്. കാരണം നമ്മൾ സത്യസന്ധമായി എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ ആരും ഉണ്ടാവില്ല. അതെ, നമ്മൾ ക്രിമിനൽസിനെ കൂട്ടുപിടിക്കുകയാണെങ്കിലും ക്രിമിനൽസിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിലും എല്ലാവരും ഉണ്ടാകും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അതെ, കാലൊക്കെ മാറിപ്പോയില്ലേ. സത്യസന്ധമായി നീതിയോടുകൂടി ഇവിടെ നമുക്ക് സർവീസിൽ ജോയിൻ ചെയ്യാൻ ഉള്ള സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ ഷമീറിനെ പോലെ കുറച്ച് കഴിവുകളുള്ളവരാവണം. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുക. എങ്കിലും എന്തൊക്കെ തന്നെ ശത്രുക്കൾ പരാജയപ്പെടുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിലും കഴിവുകൊണ്ട് നാട്ടുകാരുടെ സന്തോഷവും അവരുടെ സമാധാനവും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളിലോ ക്രിമിനൽസ് എത്ര തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അതിൽ വീണു പോവില്ല. നാട്ടുകാരുടെ ബലം തന്നെയല്ലേ ഏറ്റവും വലിയ ബലം. അത് നേടിയെടുക്കാൻ കഴിയണം. എന്നാൽ ഓക്കെ, നമ്മുടെ ഷമീറിന് അത് കഴിയുന്നുണ്ട്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് അവന് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരോടുമായി ആസിഫ് അതാ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ എസ് ഐ ഷമീർ അതാ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൂമിനകത്തേക്ക് ശരിക്കും ആസിഫ് കയറി. അത് ശരിക്കും ആ ഒരു സീറ്റിൽ യോഗ്യനായത് നമ്മുടെ ഷമീർ തന്നെയാണെന്ന് ആസിഫിന് തോന്നി. അല്ലാ സാർ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്ക്. എനിക്ക് സല്യൂട്ടോ. എന്താ പൊന്നും സാറേ, ഞാനാണ് ഇനി ഷമീറിനെ എസ് ഐന്ന് വിളിക്കേണ്ടത്. എനിക്ക് സല്യൂട്ടല്ല വേണ്ടത്. നിങ്ങളല്ലേ എൻ്റെ മുൻ എസ് ഐ. ഈ ഒരു പദവിയിലേക്ക് എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചതും അതുപോലെ എന്നെ ഇവിടേക്ക് എത്തിച്ചതും നിങ്ങളാണ്. ഒരിക്കലുമല്ല, നിൻ്റെ സ്കില്ലാണ്, നിൻ്റെ ബുദ്ധി കൊണ്ടാണ് ഇതെല്ലാം നീ നേടിയെടുത്തത്. ഷമീർ, എന്താണ് നിൻ്റെ മനസ്സിലുള്ളത്? തുറന്ന് പറയണം. എനിക്ക് ഈ കാര്യത്തിൽ ഒട്ടും ഇതിൽ നിന്ന് പിന്മാറാനും താല്പര്യമില്ല. ഇത്
ആക്റ്റീവ് ആക്കുവാൻ എനിക്ക് താല്പര്യമില്ല എന്നതല്ലാതെ എൻ്റെ ഷമീറിനൊന്നും സംഭവിക്കരുത്, നല്ല ജീവിതം ലഭിക്കണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി സീനത്തിൻ്റെ കാര്യമോ ഫാമിലിയുടെ കാര്യമോ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തൊക്കെ തന്നെയാലും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, അതേ എനിക്കുള്ളൂ. ആസിഫ് അത് പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ എന്ത് പറയണമെന്നും കൂടി പറഞ്ഞാൽ ആ പിതാവ് വിളിക്കുമ്പോൾ. എന്നാൽ അതാ നമ്മുടെ ഷമീർ പറയുന്നു, സാർ എനിക്ക് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം, അതായിരിക്കും നല്ലത്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ആ ഓക്കെ. എന്നാൽ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് അല്പം ലീവ് പറഞ്ഞു. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോൾ ഓക്കെ ഓക്കെ, എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിട്ടോ, എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ നിങ്ങൾ പുറത്തുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങി. അതെ, ആ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ആ ഒരു ചെറിയ അരുവിയുടെ തൊട്ടടുത്തായിട്ട് അവരിരുന്നു. സർ, എൻ്റെ പൊന്നു ഷമീർ, നീ എങ്ങനെ വിളിക്കണ്ട, എന്നെ ഇക്ക എന്ന് വിളിച്ചോ. സാർ എന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ ഇക്ക. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, സീനത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ സാറിനറിയോ? അവളുടെ പഴയതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിയിട്ട് അവൾക്ക് പുതിയൊരു ജീവിതം കൊടുക്കുവാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവളുടെ മനസ്സിനുള്ളിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് പുതിയൊരു ജീവിതം അവൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അവൾ രക്ഷപ്പെടും, നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകും എന്നുള്ള ലക്ഷ്യം കൂടി എനിക്കുണ്ട് ഇതിൽ. പിന്നെ ഒരു കുഞ്ഞുള്ളതിനെ സ്വീകരിക്കാമെന്നൊക്കെ വെച്ചാൽ നമുക്ക് പഠിച്ചോൻ നൽകുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനെന്താ, എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ നോക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞാകുമ്പോഴേ, അതെ, ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. കാരണം നല്ലൊരു ഹാഫിളായ ദീനി സ്നേഹിയായ ഒരാളുടെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെയും ആ നിലക്കങ്ങ് വളർത്താം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സത്യമായിട്ടും അല്ല എങ്കിൽ അവളുടെ ജീവിതം അങ്ങനെ അങ്ങ് ഒറ്റപ്പെട്ട് കഴിഞ്ഞ് അതൊരു നഷ്ടപ്പെടലായിരിക്കും. ആ കുഞ്ഞിൻ്റെ ഭാവിയും കഷ്ടത്തിലായിരിക്കും. എന്നും ഉമ്മയും പാപ്പയും ആങ്ങളമാരും ഉണ്ടാകണമെന്നില്ലല്ലോ. അതെ, ഞാൻ അവളെ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്കൊരു മരുമകളായിട്ടും, ഇനി അതല്ല, ഉമ്മ പറഞ്ഞു, മോനെ ഇവിടുത്തെ ഈ ഒരു പരിസരത്തോട് അവൾക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഫ്ലാറ്റിൽ ജീവിപ്പിച്ചോളൂ. പക്ഷേ അങ്ങനെയല്ല, അവൾ ഈ വീട്ടിൽ സുഖസുന്ദരമായി ജീവിച്ചിരുന്നു. ഞാൻ അത് രാജേഷിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴേ ശരിക്കും അവൾ ഈ വീട്ടിൽ വളരെയധികം സുഖമായിരുന്നു അവളുടെ ജീവിതം. കാരണം അതെ, അവൻ്റെ ആ ചാട്ടവാറ് കൊണ്ടുള്ള അടിയും കൈകാലുകളിൽ ബൂട്ടിട്ട് ചതച്ചരക്കുമ്പോഴും അവളുടെ ആ കരച്ചിൽ ഞാൻ കേട്ടിരുന്നു. ഞാൻ അപ്പോഴാണ് പിന്നീട് തോന്നിയത്, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ ഒരു നോട്ടം കണ്ടപ്പോൾ അങ്ങനെ രക്ഷപ്പെടുത്തിയതും ആ സ്ഥാപനം അവിടെ നിന്ന് ഇല്ലാതാക്കി പൂട്ടിച്ചതും അതിലൊരുപാട് കുട്ടികളെ രക്ഷിച്ചതും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സീനത്തിന് കിട്ടാൻ പോകുന്ന സ്വർഗമാണ്. കാരണം അവൾ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ആ മൂലയിൽ ആ റൂമിൽ ഇരുന്ന് കരയുകയായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ രാജേഷിൻ്റെ കൂടെ വരുന്ന ആളുകൾ, അവളെ പെരുമാറുവാൻ വരുന്ന ആൾക്കാർ, അതുമാത്രമല്ല രാജേഷാണെങ്കിൽ വളരെയധികം ക്രൂരമായി അവളെ പീഡിപ്പിക്കുന്ന അവസ്ഥ, അതെല്ലാം കൂടി അവൾ അനുഭവിച്ച സ്ഥിതിക്ക് എൻ്റെ വീട് കിട്ടിയപ്പോൾ അവൾക്ക് സ്വർഗമായിരുന്നു. അവൾ ഒരുപാട് കരഞ്ഞ് പറഞ്ഞിരുന്നു, എനിക്കിവിടം സ്വർഗമാണ്, എനിക്ക് ഇത്രയധികം സ്നേഹമുള്ള ഉമ്മയെ കിട്ടിയല്ലോ, അതേ ഒരു സഹോദരനെ പോലെ ഒരാളെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്കെല്ലാം ഞങ്ങൾ കൊണ്ടുപോയതുമാണ്. പിന്നീട് വീട്ടുകാരെ അറിഞ്ഞപ്പോൾ അങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെയാണ് കൊണ്ടുപോയത്. അതുവരെയും അവൾക്ക് ഇവിടെ വളരെയധികം സേഫ്റ്റി ആയിരുന്നു. അതിലൊരിക്കൽ പോലും അവൾക്ക് ഒരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. വീട് ചെറുതാണെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു. പിന്നെ മണ്ണടുപ്പാണെങ്കിലും എൻ്റെ ഉമ്മയായിരുന്നു പാചകം ചെയ്തിരുന്നത്. ഇനിയും എൻ്റെ ഉമ്മ തന്നെ പാചകം ചെയ്തോളും. അവൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിലുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ അതൊക്കെ ഓക്കെയാണ്. അവൾക്ക് ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടാമെന്നുണ്ടാവില്ല. പക്ഷേ മനസ്സ് മാറുകയും അഹങ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അസൂയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ആസിഫ് പറയുന്നു, അത് ഷെഫി ഉസ്താദും അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഒന്നുകൂടെ. പക്ഷേ സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരിക്കലും അവൾ വാക്ക് മാറരുത്. അവളെ ഞാൻ വിവാഹം കഴിക്കാം, എനിക്ക് സമ്മതമേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാഞ്ചാട്ടം അതെനിക്ക് ഇഷ്ടമല്ല. അത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അഥവാ അവൾ എൻ്റെ അടുത്തുനിന്നും അങ്ങനെയുള്ള പരാക്രമങ്ങൾ കാണിക്കുവാൻ തയ്യാറാണെങ്കിൽ ഷെഫി ഉസ്താദ് അനുഭവിച്ച പോലെ എനിക്കൊരു പക്ഷേ അനുഭവിച്ച് നിൽക്കാൻ കഴിയില്ല സാറേ. എനിക്ക് അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും.
എന്നാൽ ആസിഫ് പറഞ്ഞു, മോനെ, നീ നിൻ്റെ ഇഷ്ടം പോലെ തീരുമാനിക്ക്. ഞാനായിട്ട് ഇതിൽ നിന്ന് ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാനിതിലേക്ക് ഒന്നും പറയുന്നില്ല. പിന്നെ മോനെ, നിക്കാഹ് ശരിക്ക് പെട്ടെന്ന് നടക്കാത്ത സ്ഥിതിക്ക് ഷെഫി ഉസ്താദും ബത്തൂലും പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യമായിട്ട് ഗൾഫിലേക്ക് പോകണം. അവരെ പിതാവ് വിളിക്കുന്നുണ്ട്. അവിടെ എന്തൊരു ഫംഗ്ഷനും കാര്യങ്ങളുണ്ടായതുകൊണ്ട് നോമ്പിന് പോകാൻ വിചാരിച്ചതാണ്. ഇത്രയധികം നീണ്ടുപോയി. അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു നിമിഷം അവൻ പറഞ്ഞു, അവർ പോയിക്കോട്ടെ. പോകുന്നതിന് മുമ്പ് എനിക്ക് ഷെഫി ഉസ്താദിനെ ഒന്ന് കാണണം. ഇന്ന് രാത്രി പോകണമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ നമുക്കിപ്പോൾ തന്നെ. എന്നാൽ നേരെ SI അതാ സ്റ്റേഷനിലേക്ക് പോയി ലീവ് പറഞ്ഞു. ഞാൻ വരാട്ടോ. ഓക്കെ സർ എന്ന് പറയുമ്പോൾ പറഞ്ഞ് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്നാണ് DGP സാറ് അങ്ങോട്ട് കടന്നു വന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. സർ ഇരിക്കൂ. അല്ല, എന്താ എങ്ങോട്ടെങ്കിലും പോകാനുള്ള അത് ചെറിയൊരു കുഴപ്പമില്ലായിരുന്നോളൂ. അങ്ങനെ DGP സാറ് അതാ ഷമീറിൻ്റെ മുമ്പിൽ വന്നിരുന്നു. മോനെ ഷമീർ, ഞാൻ നിന്നെ ഒന്ന് കാണുവാൻ വേണ്ടി കൂടി വന്നതാണ്. പിന്നെ ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ സൽക്കാരൊക്കെ നടന്ന സമയത്ത് എനിക്കൊരു മകളുണ്ട്, ആയിഷ എന്നാണ് പേര്. അവൾക്ക് പൊതുവെ കുറച്ച് കവിതകൾ എഴുതുന്നതിനോടും ചിത്രങ്ങൾ വരക്കുന്നതിനോടും ഒക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സൽക്കാരം അവൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ഒരു ഫോട്ടോ അവൾ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഇത് നമ്മുടെ ഷമീർ അല്ലേ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു, മോളെ, നീ ഇത്രയധികം വരച്ചിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. പക്ഷേ ഈ ഒരു ചിത്രം ഒരു വ്യക്തിക്ക് നീ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ മനോഹരമാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഷമീർ ഒരു നിമിഷം ഞെട്ടി. അത് സർ, അതെ, എൻ്റെ മോൾ വണ്ടിയിലിരിപ്പുണ്ട്. അവൾ നമ്മുടെ പുതിയ വാഹനത്തിൽ അവൾ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഞാൻ അവളെ വിളിച്ചാൽ ഒരു സമ്മാനം ഒന്ന് നിങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ സ്റ്റാഫുകളും കാര്യങ്ങളും അതിൽ ഷമീർ അടക്കം വളരെയധികം ഭംഗിയായിട്ട് അവൾ വരച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ച് തരട്ടെ. എന്നാൽ ഷമീർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ. എന്നാൽ ഈ നിമിഷം അത് ആസിഫും പറഞ്ഞു, അതിനെന്താ, ഷമീറിന് ആരാധകർ എപ്പോഴും കൂടും. കാരണം ഒന്നുമല്ല, അവൻ്റെ പ്രവൃത്തി അതാണ്. ആസിഫും അത് പറഞ്ഞു. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ആയിഷ ഒരു ഗിഫ്റ്റുമായി സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നു. ശരിക്കും തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചിരിയുടെ മാസ്മരികതയിൽ ശരിക്കും ഷമീർ ഒന്ന് വീണുപോയി എന്ന് തന്നെ പറയാം. DGP സാറുടെ മകൾ തൻ്റെ ചിത്രം വരച്ചുകൊണ്ട് തൻ്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു നിമിഷം അവൻ സ്റ്റെക്കായി പോയി എന്ന് തന്നെ പറയാം. എന്നാൽ പെട്ടെന്ന് ആസിഫ് അവനെ തട്ടി വിളിച്ചു, അല്ല, എന്താ ഇപ്പം ഇത്? എന്താ ഇത്? ഒന്നും എന്താ സ്വപ്നം കണ്ടുപോയോ? ഒരു നിമിഷം അവൻ്റെ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് അവൻ അത് സർ, ഇത് സ്വീകരിക്കണം. എന്നാൽ DGP സർ പറഞ്ഞു, അല്ലയോ നമ്മുടെ SI സാറേ, നിങ്ങളത് സ്വീകരിക്കൂ. എൻ്റെ മകളുടെ ഒരു സമ്മാനമാണ്. അല്ലെങ്കിലും അവൾ ഇഷ്ടപ്പെട്ടത് എന്ത് കണ്ടാലും വരയ്ക്കും. എന്തൊക്കെ തന്നെയാലും അത് സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങൂ. ശരിക്കും ഷമീറിന് എന്ത് ചെയ്യണം എന്നായിപ്പോയി. അത് സർ, മടിക്കാതെ വാങ്ങിക്കോളൂ. എന്നാൽ ഈ നിമിഷം തന്നെ എല്ലാവരെയും DGP സാർ വിളിക്കുന്നു. വരൂ, എല്ലാവരും വരൂ. എൻ്റെ മകളുടെ ഈ ഒരു എളിയ സമ്മാനം നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഷമീറിന് വേണ്ടി അവളത് സമർപ്പിക്കുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോയും ഗ്രൂപ്പായിട്ടുള്ളതൊന്നും ഒന്ന് ഷമീർ തനിച്ചുള്ളതും. ശരിക്കും അവളത് കൊടുത്തപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഷമീർ അത് ഏറ്റുവാങ്ങുന്നു. ഒരു നിമിഷം ഷമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അതിനിടയിൽ എഴുതിയിരിക്കുന്നത് അത് വളരെയധികം മൂല്യമുള്ള വാക്കുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് 2-3 വാക്യങ്ങൾ, അതിലൊരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് അവന് തോന്നിപ്പോയി. സന്തോഷത്തോടെ അവൻ ആ സമ്മാനം സ്വീകരിച്ചു, നെഞ്ചോട് ചേർത്തു. താങ്ക് യു, വെൽക്കം. അതെ, ആയിഷ, അവൾ ആദ്യമായിട്ട് അങ്ങനെ ഒന്ന്
പറഞ്ഞു. ശരിക്കും ആയിഷയുടെ ആ ഒരു പുഞ്ചിരി അതെ ഷമീറിനെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു എന്ന് മാത്രമല്ല അവളോടൊരു ബഹുമാനവും തോന്നിപ്പോയി. കുട്ടി കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അതെ, അവളെ കളക്ടർ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള പ്രിപ്പറേഷനിലാണ് അവൾ. ഓ, ഓൾ ദി ബെസ്റ്റ്, നന്നാവട്ടെ. അതെ, ഷമീർ അവൾക്ക് നേരെ ആശീർവാദങ്ങൾ പൊഴിച്ചു. എന്നാൽ ആസിഫ് വക്കീൽ ശരിക്കും അത് നോക്കി നിന്നു. അതെ, ആ ഒരു പെൺകുട്ടിയും അതെ ശരിക്കും ഷമീറും ഒരുമിച്ച് സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് ആസിഫിന്. എന്നാൽ DGP സാറിനും അതുപോലെ തന്നെ തൻ്റെ മകളും അവനും കൂടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അതെ വല്ലാത്തൊരു ചേർച്ച പോലെ തോന്നി. പെട്ടെന്ന് പഠിച്ചോൻ അസ്തഗ്ഫിറുല്ലാ, വേണ്ടത് ചിന്തിക്കാൻ പാടില്ലല്ലോ. എന്നാൽ മോനെ ഷമീർ, മോളെ ആ ഒരു സ്വീറ്റ്സ് അവൾ അപ്പോഴേക്കും അത് അവളുടെ ഉമ്മ ഉണ്ടാക്കിയ നല്ല സ്വീറ്റ്സും കൊണ്ടുവന്നു. ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും വേണ്ടി അതും വിതരണം ചെയ്തു. അതെ, മാഷാ അല്ലാ, വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഷമീർ അത് വായിലേക്കിട്ടപ്പോൾ അത് അവൾ ശ്രദ്ധിച്ചു. അതെ, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെയും ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇത്രയധികം സേവനങ്ങൾ ചെയ്യുന്ന ഒരാൾ ഇത്രമാത്രം ആത്മാർത്ഥതയോട് കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ മധുരം വായിലേക്ക് വെക്കുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞുപോയി. റബ്ബേ, ശരിയാണ്, കാണാൻ കൊതിച്ച കേൾക്കാൻ കൊതിച്ച വാക്കുകൾ. അതെ, പൊതുവെ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ പലർക്കും അതൊന്നും ബോധമേ ഉണ്ടാവില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കേട്ടാൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം. അത് മാത്രമല്ല ഇപ്പോഴെന്താ ഓരോന്നിനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. ശരിക്കും അവളെ ഓർത്തുപോയി. റബ്ബേ, എന്നാൽ നമ്മുടെ ആയിഷയുടെ മനസ്സിലെ ഇഷ്ടമൊന്നും ഒരിക്കൽ പോലും നമ്മുടെ ഷമീറിന് അറിയില്ല, ആർക്കും അറിയില്ല. അതവൾ അള്ളാഹുവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഷമീറിൻ്റെ നിക്കാഹ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഷമീറിനോടായിട്ട് അവൾ പറഞ്ഞു, അല്ല സർ, ഞങ്ങൾക്കൊന്നും പാർട്ടി ഇല്ലേ? എന്ത് പാർട്ടി? അല്ല, നിക്കാഹാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി. അത് ഇൻഷാ അല്ലാ. എന്താ ചോദിച്ചത് ബുദ്ധിമുട്ടായോ? അത് ശരിക്കും അവളുടെ ആ വാക്കുകൾ, ആ മനോഹരമായ പല്ലുകൾ, ചുണ്ടുകൾ, അതിൽ നിന്ന് വരുന്ന ആ ഒരു മൊഴികൾ, അത് ശരിക്കും നമ്മുടെ ഷമീറിനെ വല്ലാതെ അങ്ങ് തളർത്തുന്ന പോലെയായി. എന്നാൽ അവന് മനസ്സിലായി, റബ്ബേ, പാടില്ലല്ലോ, അത് ശ്രദ്ധിക്കുന്നതും അതിലേക്ക് നോക്കുന്നതും ആസ്വദിക്കുന്നതും വരെ ഹറാമാണ് റബ്ബേ. പെട്ടെന്ന് ഷമീർ തല താഴ്ത്തിയിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാ, നടക്കണമെങ്കിൽ നിങ്ങളൊക്കെ വിളിക്കും. അതെന്താ സാറേ അങ്ങനെ നടക്കുകയാണെങ്കിലെന്ന്? ഒന്നുമില്ല. എന്നാൽ അപ്പോഴേക്കും മോളെ പോയാലോ? ഉപ്പ പോകാം. നിങ്ങൾ സംസാരിച്ചോളൂ, എന്താ സംസാരിക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കാരണം രണ്ടുപേരും ഈ ഫീൽഡിലൊക്കെ പോകുന്നോണ്ടേ. അത് ഒന്നുമില്ലപ്പാ, ഞങ്ങൾ പോട്ടെ കേട്ടോ. അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ ആ ഷാൾ ഒന്നുകൂടെ ക്ലിയറാക്കി അവൾ ബാക്കിലേക്ക് ഇട്ടപ്പോൾ ശരിക്കും നമ്മുടെ SI ഷമീറിൻ്റെ യൂണിഫോമിലൂടെ അവൻ്റെ മുഖത്തൂടെ അതങ്ങൊഴുകിപ്പോയി. വല്ലാത്തൊരു സുഗന്ധം അതിൽ നിന്ന് അടിച്ചു വീശുന്നുണ്ടായിരുന്നു. അതെ, ആ മണം, ആയിഷയുടെ മണം, അത് ശരിക്കും അവൻ്റെ മൂക്കിലേക്ക് കയറി, അത് ഹൃദയത്തിലേക്കും. എന്നാൽ പതുക്കെ അവൻ എഴുന്നേറ്റു. യാന്ത്രികമായി ആയിഷയും DGP സാറും പോകുന്ന വഴിയിൽ അവൻ എഴുന്നേറ്റു നിന്നു. അതെ, ആ പേരൊന്ന് വിളിച്ചോട്ടെ. ഒരു നിമിഷം അതാ അവരുടെ പിറകെ അവനൊന്ന് നടന്നു. എന്നാൽ ഷമീർ തൻ്റെ പിറകെ വരുന്നത് ഒരിക്കൽ പോലും അവൾ അറിഞ്ഞില്ല. അവളുടെ തൊട്ടടുത്തായിട്ട് നിന്നപ്പോൾ അവൻ വിളിച്ചു, ആയിഷ. ഒരു നിമിഷം അവൾ തിരിഞ്ഞു നോക്കി. അതെ, തൻ്റെ അടുത്ത് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സുന്ദരനായ പോലീസ് ഷമീറിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് സന്തോഷം സൃഷ്ടിച്ചു. സർ, താങ്ക്സ് ഒരുപാട്. അതെ, ആ ഒരു വാക്ക് അവളുടെ ഹൃദയത്തിലേക്ക് പതിച്ചു. ആ നിമിഷം തന്നെ അവൾ പറഞ്ഞു, വെൽക്കം.
എന്നാൽ ഷമീറിന് ആ ഒരു ശബ്ദം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അവളുടെ ആ മനോഹരമായ ശബ്ദം അത് വളരെയധികം സുന്ദരമായതുപോലെ തോന്നി. എന്നാൽ അവൾ അവളുടെ പുതിയ വാഹനത്തിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും അതെ ആയിഷ എന്നുള്ള ആ വിളി മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അവൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ചലനം തെറ്റുന്നുണ്ടോ എന്ന് DGP സാർ. എന്താ മോളെ, എന്തു പറ്റി? നീ ഏത് വഴിയാണ് പോകുന്നത്? നമുക്ക് എങ്ങോട്ട് പോകാനുള്ളത്? ഇതെന്താ നീ എങ്ങോട്ട് പോകുന്നത്? അതെ, ഇടത് തിരിയാനുള്ളത് വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് അവൾ പോകുന്നു. എൻ്റെ പൊന്നു മോളെ, എങ്ങോട്ടാ ഉപ്പാൻ്റെ കുട്ടി പോകുന്നത്? ശരിക്കും ആ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴാണ് അവൾ ആ സ്വപ്ന ലോകത്തിൽ ഉപ്പാ അല്ലാ പഠിച്ചോനെ, ഇത് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന. എന്താടി ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്? നമ്മളെ വീട്ടിലേക്കല്ലേ? സോറി ഉപ്പാ, സോറി. അവൾ പെട്ടെന്ന് തന്നെ അതാ വാഹനം തിരിച്ചു. എന്താ മോളെ, എന്തു പറ്റി? ഉപ്പാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? അത് സ്നേഹത്തോടെ ആ പിതാവ് പറഞ്ഞപ്പോൾ ഉപ്പ ഒന്നുമില്ല. മോളെ എന്താ ഷമീറിനെ കണ്ട് മോള് ഞെട്ടിപ്പോയോ? നല്ലതാണടി, എല്ലാം കൊണ്ടും നല്ലതാണ്, നല്ല മനുഷ്യനാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അവർ വീട്ടിലേക്കൊന്ന് പോകണം. നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്, വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു കൊച്ചുകുടിലും അവരുടെ വയലും പറമ്പും പാടൊക്കെ കാണാൻ വലിയ രസമാണത്രേ. നമുക്ക് പോകണം കേട്ടോ. ഉപ്പ സത്യമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം കാണാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാം കേട്ടോ. എന്നാൽ ഈ നിമിഷം ആസിഫ് ഷമീറിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, എന്താടാ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പോഴും? നീ മുക്തനായിട്ടില്ലേ? ആഹാ, ഫോട്ടോ കയ്യിൽ പിടിച്ച് ആസ്വദിക്കുകയാണല്ലോ. നീ ആസ്വദിക്കുന്ന നിൻ്റെ ഫോട്ടോ അല്ല, അതെനിക്ക് നന്നായിട്ടറിയാം. അവളുടെ കൈകൾ കൊണ്ട് വരച്ച ആ ചിത്രമാണ് നീ ആസ്വദിക്കുന്നത് അല്ലടാ. ഒരു നിമിഷം ആസിഫിനോട് എന്ത് പറയണമെന്നായിപ്പോയി. അതെ ഷമീർ, അവൻ ആളാകെ മാറിപ്പോയ പോലെ. ആയിഷയെ കണ്ടതിൽ പിന്നെ ഷമീറിന് പരിസരബോധം പോലും ഇല്ലാത്ത പോലെ. അല്ല, നമ്മളൊരു വഴിക്ക് ഇറങ്ങായിരുന്നല്ലോ, നീ അതങ്ങ് മറന്നോ? എടാ നീ മറന്നോ? ഞാൻ സാരല്ലടാ. അതെ, അങ്ങനത്തെ ചില പെൺകുട്ടികളെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോവില്ല. അത് സാരല്ല, നിൻ്റെ വിവാഹം കഴിഞ്ഞാൽ റെഡിയാവും. അതൊക്കെ നിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് മോനെ. സാർ അത് എന്താടാ? എന്തു പറ്റി? നമുക്ക് പോകാം കേട്ടോ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. അത് ചിലതൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആയിഷയുടെ ആ വരവ് അത് നമ്മുടെ ഷമീറിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയാം. അവൻ ഒരു നിമിഷം അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ല സർ, ഞാൻ ഈ വേഷത്തിലാണോ പോകേണ്ടത്? ഇതൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം, അതായിരിക്കും നല്ലത്. എന്നാൽ ആസിഫ് പറഞ്ഞു, എൻ്റെ പൊന്നു ചെങ്ങായേ, ഈ ഒരു പോലീസ് യൂണിഫോമിൽ കാണാൻ അന്നെ വല്ലാത്തൊരു ലുക്കാണ് കേട്ടോ. സത്യമായിട്ടും വല്ലാത്ത മൊഞ്ചാണ് നിനക്ക് ഈ യൂണിഫോം ഇട്ട് വരുമ്പോൾ. എന്താ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? അല്ല, നമുക്ക് ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകാം. അല്ലടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിൻ്റെ മനസ്സിലിപ്പോൾ എന്താ? എൻ്റെ മനസ്സിലെന്താ? നമ്മൾ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഒരാളെയും വിശ്വാസവഞ്ചന ചെയ്യാൻ പാടില്ലല്ലോ. ആരൊക്കെ തന്നെ എൻ്റെ മുമ്പിലേക്ക് വന്നാലും എന്തൊക്കെ തന്നെ ആയാലും എനിക്ക് ചിലത് കാര്യങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയത് നമ്മൾ തട്ടി മാറ്റിയാൽ പോവില്ലല്ലോ. അത് ഇൻഷാ അല്ലാഹ് എന്തായാലും അതിലൊരു തീരുമാനമാകട്ടെ. അല്ല, ഞാൻ സത്യം പറയട്ടെ, ആയിഷയെ കണ്ടപ്പോൾ എനിക്കെന്ത് തോന്നിയത്? സത്യം പറയണം, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ആയിഷയെ കണ്ടപ്പോൾ നിനക്കെന്ത് തോന്നി? എൻ്റെ പൊന്ന ആസിഫ് സാറേ, എന്നെ നിങ്ങൾ കുഴക്കല്ലേ. ശരിയാണ്, നീ പ്രായപൂർത്തിയായ ഒരാണാണ്, കെട്ടാൻ മുട്ടി നിൽക്കുന്ന പ്രായം എന്ന് വേണമെങ്കിൽ പറയാം. സർ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെന്താടാ, സത്യം പറഞ്ഞു, ആയിഷയെ കണ്ടപ്പോൾ നീ വീണു പോയോ ഇല്ലയോ? അത് പറ. അവൾ ഫോട്ടോ പിടിച്ചുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേ നിൻ്റെ മുഖത്തിൻ്റെ ശൈലി ഞാൻ കണ്ടതാണ് മോനെ. നീ ആകെ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലേടാ, സത്യം പറ. നീ എന്നോടൊന്നും മറച്ചു വെക്കരുത്, സത്യം മാത്രം. നിൻ്റെ ഒരു കൂടെ പിറപ്പിനെ പോലെ, നിൻ്റെ ഒരു എന്താ പറയുക, അത്രയും ക്ലോസ് ഫ്രണ്ടിനെ പോലെ എന്നെ കണ്ടാൽ മതി. എന്ത് രഹസ്യം എന്നോട് തുറന്ന് പറയാം. ഈ ആസിഫ് ഒന്നും ആരോടും പറയില്ല. എന്താ
പറ്റൂലേ? ഏ ഓള് ഓളെ മുഖം എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കൽബിലേക്ക് കയറിയിക്കണ ആ നോട്ടത്തിൽ ഇജ്ജ് വീണ് പോയിക്കണ. പറയടാ, സത്യം പറയടാ. ഏയ് സാറേ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെന്താടാ, നിന്റെ കണ്ണിലൂടെ, നിന്റെ ആ വെള്ളാരം കണ്ണിലൂടെ കണ്ടിരുന്നു ഞാൻ അതിലൊരു പ്രകാശം. അവളെ മുഖം കണ്ട ആ സമയത്ത് തന്നെ നിന്റെ കണ്ണുകളിൽ നിന്ന് വല്ലാത്തൊരു പ്രകാശം ഉത്ഭവിക്കുന്നത് ഞാൻ കണ്ടതാടാ മോനെ. ഈ പ്രായമൊക്കെ കുറേ ഞാൻ കഴിഞ്ഞു പോയതാണ്. സത്യം പറ, നിനക്ക് എന്തെങ്കിലും തോന്നിയോ? സാറേ ഇല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ചിന്തിക്കണ്ട. ഓക്കെ നമുക്ക് പോകാം. അങ്ങനെ അതോ അവൻ യൂണിഫോം മാറ്റി ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആസിഫ് സാറും പറഞ്ഞു, വാ എന്നാൽ നമുക്ക് പോകാം. അങ്ങനെ അവർ പുറപ്പെട്ടു. എന്നാൽ ഈ സമയം ആയിഷ വീട്ടിലെത്തി. നേരെ ആ സിറ്റ് ഔട്ടിൽ അവളിരുന്നു. അതിലൊരു ഊഞ്ഞാലയുണ്ട്. അതിലാടി ഇരുന്നപ്പോൾ അവളുടെ ചിന്തകളെല്ലാം പലയിടത്തേക്കുമായി അതാ ഒഴുകി തുടങ്ങുന്നു. എന്തെന്നറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. എന്താണ് ഏതാണ് ഒന്നും അറിയുന്നില്ല റബ്ബേ. എനിക്കറിയില്ല റബ്ബേ. എനിക്കാകെ ഭ്രാന്തായതുപോലെ. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഇത്രയധികം സൗന്ദര്യം ഉണ്ടാകുമോ എന്നുവരെ ഞാൻ വിചാരിച്ചു പോവുകയാണ്. പക്ഷെ സൗന്ദര്യം മാത്രമല്ല, അതിൻ്റെ ഉഷാറും തലയെടുപ്പും എല്ലാം കണ്ടിട്ട് പഠിച്ചോനെ എനിക്ക് ആകെപ്പാടെ റബ്ബേ, ഒരിക്കലും ഞാനിങ്ങനെ ആലോചിക്കാനും ചിന്തിക്കാനും പാടില്ല. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. അതെ, മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഷമീർ റസൈ. ഞാൻ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, പറയാനും പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തികച്ചും തെറ്റായിരിക്കും. കാരണം അവരാഗ്രഹിച്ച് ആലോചിച്ച വിവാഹം, അതിൽ നിന്ന് വേണ്ട റബ്ബേ, ആ പെണ്ണിൻ്റെ ഭാവി നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കഴിയട്ടെ സന്തോഷത്തോടു കൂടെ. മനസ്സിലൊരു ഇഷ്ടം തോന്നി എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണോ റബ്ബേ? അത് പഠിച്ചവനെ നീ അങ്ങ് പുറത്തു നിന്നേക്ക്. കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും, നിന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അല്ല, എൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ രീതിയിൽ ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ അല്ല. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. അതെ, ആയിഷയുടെ മനസ്സിലെ ഇഷ്ടം, ഷമീറിൻ്റെ മനസ്സിലേക്ക് തോന്നിയ ആ ഒരു മുഹബത്ത്, അതെല്ലാം കൂടി ഒരുമിച്ച് കൂടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഒരു കമൻറ്റ് തരണേ. എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അതൊക്കെ സ്റ്റോറിയിലൂടെ എഴുതി വിടണം കേട്ടോ. കമൻ്റായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കാത്തിരിക്കാം.